ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ആടിൻ്റെ തല വെച്ചൊരു കറി. അതിന് നമ്മൾ ആദ്യം ഇടേണ്ട ഉപ്പും മോരും വെച്ച് കഴുകണം. എന്നിട്ടാണെങ്കിൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഇടണം. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇച്ചിരി നേരം അവിടെ വേകാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി മുളക് പൊടി, മല്ലിപ്പൊടി, ഇതിൻ്റെ പേര് നമ്മുടെ ജീരകം, ക്രഷ് ചെയ്ത് നമ്മൾ മുളക്, പിന്നെ ഇത് ഗരം മസാല, ഇത് കുരുമുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് പട്ട, കറുവപ്പട്ട, ഇത് ഏലക്കപ്പൊടി, പിന്നെ ഈ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കൊച്ചുള്ളി ഒരു 10-20 എണ്ണം, പിന്നെ അതുപോലെ ഇത് മല്ലിയില, കറിവേപ്പില, ഇത് നമ്മൾ ഉലുവാപ്പൊടി, അതായത് കാശ്മീരി റോസ്മേരി. അപ്പോൾ നമ്മൾ ഈ വേവിച്ച് ഇത് ഇനി വെള്ളം കളയണം. ഇനി ഇത് കഴിഞ്ഞ് നമ്മളെല്ലാം മസാല ഇടും. ഇനി നമ്മളെല്ലാം ഇടണം. ചെറിയ മുളകും, ഉള്ളിയും, ജിഞ്ചർ പേസ്റ്റും, ഗാർലിക് പേസ്റ്റും, ഇനി എല്ലാ മസാലയും കൂടെ ഇതിനകത്തിട്ട് നമ്മൾ ഇനി നമ്മൾ ഉപ്പിടണം ഇത്തിരി. ഇനി നമ്മൾ മല്ലിയില ഇടണം ഇത്തിരി. ഇനി നമ്മൾ ഇത്തിരി കരിയാപ്പല ഇടണം. ഇനി നമ്മൾ ഇത്തിരി റോസ്മേരി ഇടണം. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇനി അടച്ചു വെക്കണം. ഇത് മുങ്ങിക്കിടക്കണം. ഇതിൻ്റെ ടോപ്പ് ഇത്ര വരെ മുങ്ങിക്കിടക്കണം. എന്നിട്ട് 8 വിസിൽ വരെ ഇത് അടിക്കണം. ഇത്രയും രീതിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിക്കണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. നല്ല രീതിയിൽ താഴേലെന്നൊക്കെ ഇട്ട് ഇളക്കണം. ഇനി നമ്മൾ അടച്ചു വെക്കണം. അടച്ചു വെച്ച് 6-8 വിസിൽ ഇങ്ങനെ വെച്ച് അടിച്ച് ചെയ്യണം. നമ്മൾ ഇനി തുറന്നു. ഇനി ഇത്തിരിയും കൂടെ മല്ലിയില ഇട്ടിട്ട് നല്ലതായിട്ട് അങ്ങ് ഇളക്കുക. ഇപ്പം നമ്മളിവിടെ നമ്മുടെ ആടിൻ്റെ തല കറിയായി നല്ല പെർഫെക്റ്റായി. ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കി കൊഞ്ച് ബിരിയാണിയും കൂടെ കഴിക്കും. ഇതാണ്ട് നല്ല ടേസ്റ്റുള്ള ആടിൻ്റെ തല. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ചൂടാ. ഇതാണ്ട് നല്ല സ്മൂത്തായിട്ടുള്ള ഇറച്ചിയുണ്ട്. അപ്പം ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം.